സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഡൽഹിയിലെ മാധ്യമ സുഹൃത്തുക്കളെ ആദ്യമായി കാണുകയാണ്. എല്ലാവരോടും ഞാൻ എല്ലാ കാര്യത്തിനും നന്ദി പറയുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും വളരെ സൃഷ്ടിപരമായി നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിനൊരു മാറ്റമുണ്ടാകാൻ നിങ്ങളെല്ലാവരുടെയും സഹായം ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെയും ബഹുമാനിയായ ധനകാര്യമന്ത്രിയും സന്ദർശിച്ചു. വളരെ വിശദമായ കൂടിക്കാഴ്ചയാണ് നടന്നത്. നമ്മൾ കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ മുൻഗണനകളെക്കുറിച്ചും അവരോട് സൂചിപ്പിച്ചു. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. നമുക്കറിയാം, കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ ഫസ്റ്റ് വീക്കിൽ അത് പുറപ്പെടുവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. കുറേ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടെ പരിശോധിച്ച് ആ സാമ്പത്തികമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൂടി ചെയ്തു. പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ പിന്നീട് നമ്മൾ ബജറ്റിലെല്ലാം പ്രൊവിഷനെല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAIക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കടമെടുപ്പിൻ്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം കടമെടുപ്പിൻ്റെ പരിധിയിൽ നമുക്ക് 3.5% ഉള്ളത് GSDPയുടെ. അതിൽ 0.5% കണ്ടീഷണലാണ്. അതായത് പവർ സെക്ടറിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പണം എടുക്കണമെന്നാണ്. ഇപ്പം ശരിക്കും 3% ഉള്ളൂ. ആ 3%-ൽ കിഫ്ബിയും പെൻഷൻ ഫണ്ടും വരുത്തിയ ബാധ്യതകൾ കൂടി ഈ കടമെടുപ്പിൻ്റെ പരിധി, കടം വളരെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ വിശദാംശങ്ങൾ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയതിന് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെൻറ്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിൻ്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിലൊരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട്. നേരത്തെ പല പദ്ധതികളിലും പ്രശ്നമായി പറഞ്ഞിരുന്നത് ഓഡിറ്റ് നടത്തിയിരുന്നില്ല, നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ പാലിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു. അത് തന്നെയാണോ കേന്ദ്ര സർക്കാർ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്? അല്ല, അവരുടെ ഭാഗത്തു നിന്ന് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. നമ്മളതെല്ലാം പരിശോധിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബജറ്റിന് മുമ്പായിട്ടുള്ളൊരു വർക്കുണ്ട്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പണം കിട്ടാത്തതുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് കിട്ടാത്തത്? നിയമപരമായ തടസ്സങ്ങളോ, ഇപ്പോൾ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതോ, ഓഡിറ്റഡ് അക്കൗണ്ട്സ് കൊടുക്കാത്തതോ ആണോ എന്ന് പരിശോധിച്ചാൽ എത്രയും പെട്ടെന്ന് അത് കൊടുത്താൽ പണം വാങ്ങുന്നതിനുള്ള തടസ്സം നമ്മൾ നീക്കും. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു പ്രോസസ്സ് ബജറ്റിന് മുമ്പായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങളത് ചർച്ച ചെയ്തു. അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും.
മുന്നിലുണ്ടോ എന്ന് ചർച്ചയായിട്ടുണ്ടോ? അല്ല, അത് ഉണ്ടാവണമല്ലോ. നമുക്ക് നിലവിലെ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഉപേക്ഷിച്ചതാണ്. ഞങ്ങളല്ല ഉപേക്ഷിച്ചത്. സിൽവർ ലൈൻ പദ്ധതി ഞങ്ങളെടുത്ത തീരുമാനം എന്താ? ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങിയ വിജ്ഞാപനം അപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ സ്ഥലം എടുത്തിരിക്കുകയാണ്. അവരോട് ശത്രുക്കളെ പോലെ പെരുമാറേണ്ട ആവശ്യമില്ലല്ലോ. പദ്ധതി വേണ്ടാന്ന് വെച്ചു. പിന്നെ എന്തിനാണ് ആ സ്ഥലം എടുപ്പിൻ്റെ വിജ്ഞാപനം? നിങ്ങൾക്കറിയാമല്ലോ, സ്ഥലം വിൽക്കാൻ പറ്റില്ല, വാങ്ങിക്കാൻ പറ്റില്ല, നോട്ടിഫൈ ചെയ്താൽ. മകളുടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ മക്കളുടെ കല്യാണം സാധാരണക്കാർ നാട്ടിൽ നടത്തണത്? അതുകൊണ്ട് ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലോ കൊണ്ട് പണയം വെച്ചിട്ടില്ലേ? അതുപോലും പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി ആയതുകൊണ്ടാണ് ഞങ്ങളത് ഡീനോട്ടിഫൈ ചെയ്ത് അത് സഹായിച്ചു. അല്ല, PMCയുടെ കാര്യം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ മന്ത്രിസഭയിലും ചർച്ച ചെയ്തതിന് ഈ ഒരു ഗവൺമെൻറ് എഗ്രിമെൻ്റ് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നെല്ലാം നമ്മൾ പരിശോധിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? അല്ല, തീർച്ചയായിട്ടും നോക്കണമല്ലേ. നമ്മൾ വന്നിട്ട് എത്ര ദിവസമായി? അത്ര ദിവസമല്ലേ ആയല്ലേ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു, വകുപ്പുകൾ വിഭജനം നടത്തി, ഞങ്ങൾ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരുടേതനുസരിച്ചിട്ട് പുതിയ സെക്രട്ടറിമാരുടെയും മറ്റു നിയമനങ്ങൾ, ഡിപ്ലോയ്മെൻ്റ് എന്നല്ല ഉദ്യോഗസ്ഥന്മാർ, ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് പേപ്പർ ഇറക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കി മന്ത്രിസഭ അപ്രൂവ് ചെയ്തു. ബജറ്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ചർച്ച ചെയ്തു. അല്ല, ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അത് അല്ല, അത് നമ്മളിപ്പോൾ കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് അടുത്ത ദിവസം നമ്മൾ വെച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ പൊസിഷൻ എന്താണ് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് തരാൻ കിഫ്ബിയുടെ ടീമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിച്ച് ബാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതല്ല, തീർച്ചയായിട്ടും അതിപ്പോൾ നമുക്ക് ഡെവല്യൂഷൻ ഓഫ് ടാക്സ് അല്ലേ. നമുക്ക് ഇവിടെ കിട്ടുന്ന നികുതിയുടെ വിഹിതം നമുക്ക് 10ാം ധനകാര്യ കമ്മീഷനിൽ കിട്ടിയിരുന്നത് 3.5 ആയിരുന്നു. ഇപ്പോൾ 1.92 ആയിരുന്നു. ഇപ്പോൾ 2.32 ആയിട്ടത് മാറി. കുറേ കൂടി കേരളത്തിന് അവകാശപ്പെട്ടതാണെന്നാണ് ഞങ്ങളും പ്രതിപക്ഷവും പ്രസൻറ്റേഷൻ നടത്തിയിരുന്നത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ. വളരെ ഗൗരവത്തോടുകൂടി സ്റ്റേറ്റിന് വേണ്ടി ഞങ്ങളും പ്രസൻറ്റേഷൻ നടത്തിയിരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ വർഷം കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അതിന് 40% സ്റ്റേറ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ മുകളിലാണ് ആ ബാധ്യത. പണ്ട് പൂർണ്ണമായി കേന്ദ്രം തന്നുകൊണ്ടിരുന്ന പണത്തിൻ്റെ 40% നമ്മൾ കണ്ടെത്തണം വേണ്ടേ. മാത്രമല്ല, ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. മറ്റേ ഈ വൈറ്റ് പേപ്പറുകൾ കൊണ്ട് വൈറ്റ് പേപ്പറിലെ രഹസ്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് പേപ്പറായി പോകും. യൂണിയൻ ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രീനെ പോയി പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇല്ലീഗൽ മൂവാണ്. കേരള വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ അത് ചെയ്യുന്നത്. അല്ല, നമ്മളാദ്യം നമ്മളെ കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ കറക്റ്റായിട്ട്. അത് ഈ പുതിയ നിയമത്തിൻ്റെ പ്രൊവിഷൻസിനെതിരായിട്ടാണ് വഖഫ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് മുത്തവല്ലിയാണ്. മുത്തവല്ലിക്കാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് പോയി കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് അവസാനത്തെ സമയത്ത് പോയിട്ട് ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ പോയ മന്ത്രിമാരെല്ലാം അവരോട് പറഞ്ഞത് നിങ്ങളെ ആരെ ഇറക്കി വിടൂലെന്നാണ് അല്ലേ. നിങ്ങളെ ആരെ ഇറക്കി വിടൂലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഗവൺമെൻറ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് വഖഫ് ബോർഡ് ചേർന്നത് അല്ലേ. ആ വഖഫ് ബോർഡ് കൂടിയിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് വഖഫാണെന്ന്. അപ്പോൾ അവരോട് പറഞ്ഞത് കാപട്യമാണ്, അവരെ കളിപ്പിക്കുകയാണ്. ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. BJP ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് അത് 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അല്ലാതാക്കി മാറ്റിയത്. അത് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഫലപ്രദമായ ഇടപെടൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും നടത്തിയിട്ടുണ്ട്. അവർ 2 പേരും കൂടി എറണാകുളത്ത് വന്ന് വരാപ്പുഴയിലെ ബിഷപ്പ്മാരെയോട് കണ്ട് സന്ദർശിച്ച് ഇവരെ ഒരു കാരണവശാലും പുറത്തിറക്കി വിടാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല
എന്ന് വാക്ക് കൊടുത്താൽ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടു. അപ്പോൾ സംഘപരിവാറിനൊരു അജണ്ട ഉണ്ടായിരുന്നു അവിടെ, രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ. അതിന് കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ അന്ന് സ്വീകരിച്ചത്. ആ സർക്കാർ ഇറങ്ങിയിട്ടും സർക്കാർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് വകുപ്പ് ബോർഡ്. അവർ കൊണ്ടുപോയി പോണ പോക്കിൽ ഇനി വരാനിരിക്കുന്ന സർക്കാർ, ഞാൻ പണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമുള്ളതെന്ന്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് വെച്ചിട്ട് പോയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല 8ൻ്റെ പണിയാണെന്ന് ചെയ്തിട്ട് പോയത്. കുഴപ്പമില്ല, അതും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ഈ തെറ്റായ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞില്ല കഴിഞ്ഞ ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു, അത് അവർ റദ്ദാക്കാനായിട്ട് നിയമപരമായ നടപടി തുടങ്ങി. അത് നമ്മളതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഇടപെടലുണ്ടാവും. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുകയാണ്, അവിടെ ആ പാവപ്പെട്ട മനുഷ്യരെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. പിന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് നികുതി അടയ്ക്കാനുള്ള സംവിധാനവും ആ ഭൂമിയിലെ പൂർണ്ണ അവകാശവും കൂടി അവർക്ക് വാങ്ങിച്ചു. അതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ, എപ്പോഴും എല്ലാ ദിവസവും രാവിലെ ഒരേ കാര്യം ആവർത്തിച്ച് പറയണം തന്നെ. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. അത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇപ്പൊ ചോദിക്കുന്നത്? കുത്തിത്തിരിപ്പാണ് അത് ചോദിക്കുന്നത്. അത് വേണ്ട, എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിക്കണ്ട. റിപ്പോർട്ട് വരട്ടെ. എന്താ ചെയ്തത്? നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ നമുക്ക് നേരത്തെ അറിയാൻ ഞങ്ങൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ വേണ്ടി ചെയ്തതല്ല. ആദ്യത്തെ ക്യാബിനറ്റിലെടുത്ത ഒരു തീരുമാനമാണ്. എന്താ തീരുമാനം? കേസെടുത്തില്ല അവർക്കെതിരായി. അപ്പോൾ ഇരകളായ കുട്ടികൾ പോയി കോടതിയിൽ പോയി. അപ്പോൾ കോടതി കേസ് അന്വേഷിക്കാൻ പറഞ്ഞു. കോടതി കേസ് അന്വേഷിക്കാൻ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് ആ കേസ് അന്വേഷിച്ചു. ആ കേസ് അന്വേഷിച്ചതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു. എന്നിട്ട് കോടതിയിൽ പറഞ്ഞ് എൻ്റെ വീഡിയോ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മർദ്ദനം നടന്നിട്ടില്ല എന്ന് പച്ചക്കള്ളം പോലീസ് കോടതിയിൽ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ അതിൻ്റെ വീഡിയോ ഹാജരാക്കി. വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. എല്ലാ ചാനലുകളിലും കൂടി വീഡിയോ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അങ്ങനൊരു വീഡിയോ ഇല്ല എന്ന് പോലീസ് കോടതിയിൽ പച്ചക്കള്ളമാണ്, ഇല്ലേ? അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന്, പുനരന്വേഷണമല്ല, റീഇൻവെസ്റ്റിഗേഷൻ അല്ല, ഫർദർ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവിട്ടു. ആ അന്വേഷണം നടത്തിയില്ല. ആ അന്വേഷണം വെച്ചു താമസിപ്പിച്ചു ആണല്ലോ. ആ ഘട്ടത്തിൽ ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അത് അന്വേഷിച്ചു. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചത്. അതിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി, ആ റിപ്പോർട്ട് പരിശോധിച്ച് അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോകും. അത് റിപ്പോർട്ട് പരിശോധിച്ചിട്ട് വേണം. ഇപ്പം എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് വന്നിട്ടില്ല. ഹോം മിനിസ്റ്റർ പറഞ്ഞിരുന്നു ആ റിപ്പോർട്ട് കിട്ടി ഈ ആദ്യ ഘട്ടത്തിലായിട്ട് അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നു. ആ എന്തൊരു ക്രൂരമായ മർദ്ദനമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. അവിടുത്തെ SP കൊടുത്ത റിപ്പോർട്ട് പൂഴ്ത്തി, DYSP ക്രൈംബ്രാഞ്ച് DYSP കൊടുത്ത റിപ്പോർട്ട് പൂഴ്ത്തി, ഇല്ലേ? ഒരുപാട് മാനിപ്പുലേഷൻസ് അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. ഒരു ക്രൂരമായി കുട്ടികളെ മർദ്ദിച്ച കാര്യമാണ്. മുഖ്യമന്ത്രി കടന്നുപോയി കഴിഞ്ഞ ശേഷമാണ് പുറകെ വന്ന ഈ ടീം പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിൽക്കുന്ന, എന്നുവെച്ചാൽ അവരുടെ ലോക്കൽ പോലീസിൻ്റെ കൂടെ നിൽക്കുന്ന, അവർ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രതിഷേധമില്ലല്ലോ. ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവരെ തല്ലിയൊന്നുമില്ല. മുഖ്യമന്ത്രി പോയി കഴിഞ്ഞിട്ടും പോലീസിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഈ വണ്ടിയിൽ വന്നിറങ്ങിയ സംഘം ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യമാണ്. കേരളത്തിൽ ആരെങ്കിലും അത് കണ്ട സഹിക്കുമോ? മക്കളുള്ളവരാരെങ്കിലും കണ്ടാൽ അത് സഹിക്കുമോ? ഞാനല്ലേ പറഞ്ഞത്, ചില കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല. വരട്ടെ, നമ്മൾ ആ റിപ്പോർട്ട് മുഴുവൻ പരിശോധിച്ചിട്ട് ഉചിതമായ തീരുമാനങ്ങളുണ്ടാവും. ഉചിതമായ തീരുമാനം അതല്ലേ ഞാൻ പറഞ്ഞത്. മനസ്സിലായി, എനിക്ക് ചോദ്യം മനസ്സിലായി. ഉചിതമായ തീരുമാനങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ആ റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിക്കട്ടെ. ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്തത്. പിന്നെ നോക്കട്ടെ. മുൻ മുഖ്യമന്ത്രി വന്നതിന് ശേഷം കേരള ഹൗസിന്റെ ഗേറ്റുകൾ അടച്ച് ഡൽഹിയിലെ മലയാളി സമൂഹത്തിന് കേരളത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. എന്നിട്ട് പിൻഭാഗത്ത് കൂടെ ക്യാമ്പിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ വാർത്തകളൊക്കെ വന്നു. ഇത് ഡൽഹി മലയാളികൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ സംഭവമായിരുന്നു. ഈ മുൻ മുഖ്യമന്ത്രി ചെയ്ത വെച്ചൊരു സംഗതിയാണ്.
അപ്പൊ ഈ ഗേറ്റുകൾ തുറക്കാനുള്ള ഒരു സംവിധാനം ഞാനത് പരിശോധിക്കുക. ഞാൻ അവിടെ താമസിക്കണം നോർത്ത് ഇതിൽ കൂടി മലയാളികളോ വേറെ ഏതെങ്കിലും സംസ്ഥാനക്കാരോ വനം നോക്കി എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നമില്ല. എന്നെ ആക്രമിക്കാനൊന്നുമല്ലല്ലോ അവർ വരുന്നത്, അല്ലല്ലോ. അത് എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ തീരുമാനം എടുത്തതെന്ന് അറിയില്ല. ഞാനതൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എനിക്ക് അതൊരു പ്രശ്നമല്ല. ഞാനത് പരിശോധിച്ചു, ഉചിതമായ നടപടി സ്വീകരിച്ചു. അല്ല 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 അത് ട്രാവൻകൂർ പാലസ് സന്ദർശിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ തലസ്ഥാന നഗരികളുടെ വലിയൊരു അസറ്റാണ്. അതിനെ ഏറ്റവും ഭംഗിയായി സ്റ്റേറ്റിന് അഭിമാനകരമായ ഒരു ഹെറിറ്റേജ് സംരംഭമാണ്. എനിക്ക് തന്നെ എനിക്ക് വലിയ അഭിമാനം തോന്നി അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് അത് ഈ സ്റ്റേറ്റിന്റെ പ്രൈഡാക്കി തന്നെ നിലനിർത്തും. താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വരട്ടെ, എല്ലാം കൂടി ഒറ്റ ഇരിപ്പിൽ ചെയ്യാൻ പറ്റുമോ? വരട്ടെ, നമുക്ക് നോക്കാം, പരിശോധിക്കാം, നമുക്ക് നോക്കാം ഗൗരവമായിട്ട്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ നമ്മുടെ സ്വപ്ന പദ്ധതികൾ നമ്മൾ അവരുടെ മുമ്പാകെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ബഡ്ജറ്റിൽ പ്രൊവിഷനും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഫർദർ ഡിസ്കഷൻസ് നടക്കും. തീർച്ചയായിട്ടും അത് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തല്ലേ. ഇത് ആർക്കും അറിയാൻ പാടാത്തത്. വരട്ടെ, എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും. നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി പോയി. ഇതെല്ലാം കൂടി എഴുതണ്ടേ, പറയുകയും വേണ്ടേ? നിങ്ങൾ തന്നെ വിഷമിക്കും. ഇപ്പൊ തന്നെ എന്തുമാത്രം ഇങ്ങനെ ആരെങ്കിലും ഇരുന്ന് പാവത്തിനെ പോലെ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞ് ഏതാണ്ട് ചോദിക്കാം. മുൻ ധനമന്ത്രി കടമെടുപ്പിന്റെ പരിധിക്കായിരുന്നു കഴിഞ്ഞ മുൻ ധനമന്ത്രി ഇവിടെ നിരന്തരം വന്നിരുന്നു ഏറ്റവും അവസാന നിവേദനത്തിനും. അപ്പൊ അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും? അല്ലല്ല, നമ്മളിതൊരു കേർട്ടസി കോളല്ലേ, നമ്മൾ അവരെ കണ്ടല്ലേ ഉള്ളൂ, ആദ്യം ഒന്ന് കണ്ടല്ലേ ഉള്ളൂ. ഇനി വരുന്ന വരവെന്ന് വെച്ചാൽ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് നമ്മുടെ വൈറ്റ് പേപ്പർ നമ്മുടെ പുറത്തിറങ്ങും, നമ്മുടെ ബഡ്ജറ്റ് പുറത്തിറങ്ങും. നമ്മളൊരു ആമുഖമല്ലേ എപ്പോഴും പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ നമുക്കൊരു ഡീറ്റെയിൽഡ് പ്രസന്റേഷൻ ഒന്നും അല്ലല്ലോ. നമ്മൾ നമ്മുടെ പൊതുവായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രശ്നം, നിങ്ങളത് അതുകൂടി പറയാം. നമ്മുടെ ബാക്ക് ബോൺ എക്കോണമിയുടെ നട്ടല്ലെന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ്, അല്ലേ? ഈ ഗൾഫ് വാറിനെ ബാധിച്ചിട്ടുണ്ട് സാരമായിട്ട്. 1. 2, ഈ ക്രൂഡിൻ്റെ പ്രൈസ് കൂടിയത് 4 പ്രാവശ്യം കൂടി. അതിൻ്റെ ഏറ്റവും ആഘാതം വരാൻ പോകുന്നത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കാണ്. എന്താ കാര്യം? അല്ല, ക്രൂഡ് ഓയിലിൻ്റെ അല്ല, ഞാൻ പറഞ്ഞത് ഓയിൽ പ്രൈസസാണ് വില കൂടിയത്, എല്ലാത്തിൻ്റെയും കൂടി. അതിൻ്റെ അകത്ത് എന്താ സംഭവം? കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 കൺസ്യൂമർ സ്റ്റേറ്റ്, അല്ലേ? നമുക്കാണ് ഏറ്റവും ദൂരെ നിന്ന് സാധനങ്ങൾ വരുന്നത്. ട്രക്കുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിലേക്കാണ്, ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ ഡീസലിൻ്റെ വില കൂടുമ്പോൾ ഈ ട്രക്കുകളുടെ ചാർജ് കൂടും, അല്ലേ? അത് നമുക്ക് വിലക്കയറ്റം ഉണ്ടാകാൻ പ്രേരണയാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ അധികാരം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ, നാണ്യപ്പെരുപ്പമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇതിൻ്റെ നാണ്യപ്പെരുപ്പത്തിൻ്റെ ഒരു സമ്മർദ്ദം വീണ്ടും കൂടുകയാണ്, പ്രഷർ കൂടുകയാണ്. കാരണം ഇൻഫ്ലേഷണറി പ്രഷറാണ് ഈ ഓയിൽ പ്രൈസ് കൂടുന്നതോടുകൂടി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അപ്പോൾ 2-3 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഗൾഫ് വാറും റെമിറ്റൻസ് കുറഞ്ഞതും ഈ ഓയിൽ പ്രൈസ് കൂടിയതും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ഇക്കോണമിയേക്കാൾ കൂടുതൽ ബാധിക്കുന്നത്. However, we've seen the Union Home Minister today announce the formation of a high-level committee on demographic change, saying it is vital that abnormal shifts in population at religious and social levels be looked into. What are your comments of this committee being constituted at this point specifically? I don't know about the details of that committee. I said about the inflationary pressure on the state economy. You know that backbone of our economy is the remittance from the Gulf. Since Gulf War started for the last 2 months, it affected a lot on our economy. Second thing, 4 times the government of India increased the oil prices. Since a consumer state,
that price hike will affect Kerala very badly, because the trucks are coming from distant places to Kerala. Then they have to consume more diesels in a bigger place. And Kerala itself is inflation level number 1 in India, and the price rise number 1 in India. Now the price hike in the oil sector will put more inflationary pressure on the Kerala economy. The price rise may have. So we have presented this matter, this peculiar situation, before the government of India. That is our duty. Then I don't know the details of the committee formed to study on demographic shift, and I don't know the details. After studying the details, I will reply to you. Also, you had a meeting with finance minister today. So what is the outcome of this meeting? At a meeting we have presented, it was a courtesy call, we have presented our cases initial. A full-fledged presentation will be held later on. Especially in light of the NEET. So what is your view on the repeated paper leaks, and especially in light of the NEET paper leak, and also the issues being faced by CBSE class 12 students on the exam portal? What is your view on that? We have complained to the union government about 2 matters regarding the NEET examination and the CBSE marks. We have made complaints. As a chief minister, I have sent complaints to the concerned ministries. അതായത് ഇപ്പോഴത്തെ ഗൾഫിൽ പിന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ സമ്മർദ്ദത്തിൽ കൂടി 2 പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായം അല്ലല്ല, അതെ നമ്മളിതൊരു ഇനീഷ്യലായിട്ട് ഇത് പറയുന്നതല്ലേ, നമ്മളിങ്ങനത്തെ നമ്മുടെ സിറ്റുവേഷൻ പറയുന്നതല്ലേ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷനൊക്കെ നമ്മൾ അടുത്ത ഇതിലല്ലേ നമ്മൾ നടത്താം. ഇതൊരു നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നെക്കാൾ നന്നായിട്ട് ഇത് അറിയാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ടല്ലേ പോകുന്നത്. കേരള ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരുന്നു ഇവിടെ ഡൽഹിയിൽ. താങ്കളുടെ ഗവൺമെന്റ് അത് തുടരാൻ നമുക്ക് ആലോചിക്കാം. ഇതെങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്നലെയൊക്കെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളത് കേൾക്കാത്ത പോലെ 4 പ്രാവശ്യം അതേ ചോദ്യം ചോദിക്കാം. ഞാൻ ഐ ഹവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റുന്നത്? 4 പ്രാവശ്യമാണ് കൂട്ടുന്നത്. ഓരോ പ്രാവശ്യം കൂട്ടുമ്പോഴും ഇത്ര % കുറയ്ക്കുമെന്നും പറഞ്ഞൊരു ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇത് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ പ്രാവശ്യമാണ് ഇത് കൂട്ടിയത്. അല്ലല്ല, വെയിറ്റ് ലെറ്റ് മീ കൺക്ലൂഡ് പ്ലീസ്. 4 പ്രാവശ്യം കൂട്ടി. ഇത് ഇനി നാളെ കൂട്ടുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇതിന് നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം വേണ്ടി, ഒരു തീരുമാനം എടുക്കുമ്പോൾ എത്ര രൂപയാണ് കൂട്ടിയിരിക്കുന്നത്, അത് കൺസ്യൂമറിന്റെ മീതെയുള്ള ഇമ്പാക്റ്റ് എന്താണ്, നമ്പർ 1. നമ്പർ 2, സ്റ്റേറ്റ് എക്സ്ചക്കറിൽ കൂടുതൽ പൈസ വരുമോ, എന്താണ് നമ്മൾ നോക്കണ്ടേ, പരിശോധിക്കണ്ടേ. ഒരു കണക്കില്ലാതെ എങ്ങനെ ഒരു തീരുമാനം എടുക്കണം? കൊട്ടക്കണക്കെടുത്ത് തീരുമാനം എടുക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹം പറയട്ടെ എന്നറിയാം. പ്രതിപക്ഷ അപ്പോഴൊക്കെ കേരളക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ അധിക വരുമാനം വേണ്ടാന്ന് റിപ്പോർട്ട്. ഇപ്പൊ 7 രൂപ വർദ്ധിച്ചു. ഇതിൽ 2 രൂപ സംസ്ഥാന സർക്കാരിന് അധിക വരുമാനം വരിക. ഈ അധിക വരുമാനം ഒഴിവാക്കി 7 രൂപ അല്ലെന്നേ വർദ്ധിച്ചത്. അത് നിങ്ങൾ പഴയ കണക്കാണ്, ഒന്നുകൂടി വായിച്ചു നോക്കും. അതിൽ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ സാധാരണക്കാർക്ക് ആശ്വാസം കൊടുക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? പറഞ്ഞല്ലോ, മറുപടി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന് പറ്റില്ലല്ലോ നമുക്ക്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചതും ഭാഗ്യമായിട്ടുള്ള ചില വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായത്. ഒന്ന് വയനാട് തുരങ്കപാതയായിരുന്നു. അതങ്ങ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അതിന്റെ പാരിസ്ഥിതിക പ്രശ്നം വെച്ച് എതിർത്ത ഒരാളാണ്. ഇല്ല, നിങ്ങൾ അതിന്റെ ഫുൾ പ്രസംഗം കേട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വന്നതേ കേട്ടിട്ടുള്ളൂ. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ തുരങ്കപാത നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അതിനെയാണ് കട്ട് ചെയ്ത് തുരങ്കപാത സമ്മതിക്കില്ല എന്ന് ആക്കിയത്. ഏത് സോഷ്യൽ മീഡിയയിലെ മാനിപ്പുലേഷനാണ്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ വയനാട് പോലത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തുരങ്കം ഉണ്ടാക്കാൻ സമ്മതിക്കാമോ? പാടുമോ? പിന്നെ ഒരു ഗവൺമെന്റ് എന്ന് വെച്ചാൽ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ കണ്ടിന്യൂവേഷനാണ്. തുടങ്ങി വെച്ച പദ്ധതികൾ വഴിയിൽ ഉപേക്ഷിച്ച് കാശ് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ?
പറ്റില്ല. നമ്മൾ എന്തെങ്കിലും വിമർശനം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ വിമർശനം കാര്യഗൗരവത്തോടു കൂടിയുള്ള വിമർശനമാണ്. അത് പരിശോധിച്ച് വേണ്ട രീതിയിൽ. അപ്പൊ ശരി, ഇത്രയും മതി. ഇതൊക്കെ വളരെ കൂടുതലാണ്.